ചക്രമുടി കയ്യേറ്റത്തിൽ പട്ടയം റദ്ദാക്കിയെങ്കിലും നിയമവിരുദ്ധമായ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയവരും ഇതിന് കൂട്ടുനിന്നവരും ഇപ്പോഴും നടപടിക്ക് പുറത്ത്. മുഴുവൻ പട്ടയങ്ങളും റദ്ദാക്കുന്നവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ചക്രമുടി സംരക്ഷണ സമിതി നേതാക്കൾ വ്യക്തമാക്കി. ബൈസൺ വാലി വില്ലേജിലെ ചക്രമുടിയിൽ സർവേ നമ്പർ 27/1 ഉൾപ്പെട്ട സർക്കാർ ഭൂമിയിൽ നിയമവിരുദ്ധമായി പതിച്ചു നൽകിയ 13 ഏക്കർ 79 സെന്റ് ഭൂമിയുടെ പട്ടയമാണ് റദ്ദാക്കിയത്. നിയമവിരുദ്ധമായി ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയവർക്ക് ഇതുമൂലം യാതൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല. പട്ടയ ഉടമകളായ മണിവേലിന്റെ പേരിലുണ്ടായിരുന്ന 2 ഏക്കർ, ഗുരുസ്വാമിയുടെ പേരിലുണ്ടായിരുന്ന 3 ഏക്കർ 75 സെന്റ്, ഗുരുസ്വാമിയുടെ പേരിലുണ്ടായിരുന്ന 4 ഏക്കർ 10 സെന്റ്, ജ്ഞാനദാസിന്റെ പേരിലുണ്ടായിരുന്ന 3 ഏക്കർ 94 സെന്റ് എന്നിങ്ങനെ 13 ഏക്കർ 79 സെന്റ് ഭൂമിയുടെ പട്ടയമാണ് ദേവികുളം സബ് കളക്ടർ റദ്ദാക്കിയത്. ഈ ഭൂമിയുടെ പട്ടയ ഉടമകൾ ഇവരാണെങ്കിലും പിന്നീട് പലപ്പോഴായി ചെന്നൈ സ്വദേശിയായ മലയാളി വ്യവസായി TM ജോസഫ്, ഇദ്ദേഹത്തിന്റെ മകൻ മൈജോ എന്നിവരുടെ പേരിലേക്ക് തീറാധാരം ചെയ്ത് കൈമാറിയിരുന്നു. ഇവരുടെ പേരിൽ പോക്കുവരവ് ചെയ്യുകയും തണ്ടപ്പേർ പിടിച്ചിട്ടുമുണ്ട്. ഇവർ പിന്നീട് ഈ ഭൂമി അടിമാലി സ്വദേശിയായ സിബി ജോസഫിന് വിൽപ്പന നടത്തി. സിബി ഭൂമി പ്ലോട്ടുകളാക്കി മറ്റു പലർക്കായി വിറ്റു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം അവിടെ നിർമ്മാണ പ്രവർത്തനത്തിന് അനുമതി കൊടുത്ത ചിന്നക്കനാൽ പഞ്ചായത്ത് സെക്രട്ടറി സസ്പെൻഡ് ചെയ്തിട്ട് അവിടെ പുതിയൊരു സെക്രട്ടറിയെ പോലും വെച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. നിലവിലെ സെക്രട്ടറി ഇല്ലാത്ത അവസരത്തിൽ അവിടെ നിരവധിയായ പ്രവർത്തനങ്ങൾ, അനധികൃത പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഈ പ്രവർത്തനങ്ങളെ സബ് കളക്ടറും കളക്ടറും കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ സംരക്ഷണ സമിതി നോക്കിക്കാണുന്നുണ്ട്. ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നിടം വരെ സംരക്ഷണ സമിതി മുന്നോട്ട് തന്നെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കഴിഞ്ഞ വർഷം ഈ ഭൂമി സെന്റിന് 3 ലക്ഷം രൂപ വരെ വില കൊടുത്ത് വാങ്ങിയവർക്ക് ലക്ഷങ്ങൾ നഷ്ടം വന്നതൊഴിച്ചാൽ ഭൂമി കയ്യേറിയവർക്കും ചട്ടം ലംഘിച്ച പട്ടയം സമ്പാദിച്ചവർക്കും ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമെല്ലാം ഇടപാടിൽ ലാഭം മാത്രം. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.